നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലാണ് നിങ്ങളുടെ ആശാവർക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രദേശത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലാണ് നിങ്ങളോടെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യട്ടെ. ഇനി അങ്ങനെ അല്ല എങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം, നമുക്കൊന്ന് അറിയാലോ. നമസ്കാരം, ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കുമരകത്താണ് കേട്ടോ. അപ്പം കുമരകത്തേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മറ്റു കുറച്ച് വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് വരാം. അപ്പോഴേ എനിക്ക് പറയാനുള്ള വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 2-3 ആഴ്ച മുന്നേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒമിക്രോൺ ബാധിച്ചു. വളരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു സമയമായിരുന്നത്. കാരണം ഒരു വീട്ടിൽ എല്ലാവർക്കും കൂടെ ഇങ്ങനൊരു ഒമിക്രോൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു അസുഖം ബാധിച്ചപ്പം ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് കടന്നുപോയത്. അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളും എങ്ങനെയാണ് ഞാൻ ആ ഒരു അവസ്ഥ തരണം ചെയ്തതെന്നും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ആൾക്കാരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 3 ആഴ്ച മുന്നേ ഹസ്ബൻഡിന് നല്ല രീതിയിലൊരു പനി വന്നു. ഒരു 102 ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ജലദോഷം ഉണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കോവിഡ് സീസണിൽ നമ്മളൊക്കെ ആദ്യമേ എന്താ ചെയ്യുക, പോയി ടെസ്റ്റ് ചെയ്യും അല്ലേ. ഹസ്ബൻഡും പോയി ടെസ്റ്റ് ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നപ്പം ആന്റിജൻ ടെസ്റ്റ് ആണ് ചെയ്തത്. റിസൾട്ട് വന്നപ്പം നെഗറ്റീവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെല്ലാവരും സാധാരണ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തു. കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ മാറി നിന്നൊന്നുമില്ല. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ ആമിക്കുട്ടിക്ക് ഇതുപോലെ തന്നെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് പെട്ടെന്നൊരു പനി, അതും 102 ടെമ്പറേച്ചർ വരുന്നു. നമ്മൾ പാരസെറ്റാമോൾ സിറപ്പ് കൊടുത്തിട്ട് മാറുന്നില്ല. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഞ്ഞല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കൊണ്ടുപോയത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളോട് ഡോക്ടർ പറയുന്നു, മേ ബി ഇത് ഒമിക്രോൺ അല്ലെങ്കിൽ കോവിഡിന്റെ ഒരു വകഭേദമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നോക്കാം, അല്ലെങ്കിൽ കോവിഡിന്റെ മരുന്ന് തന്ന് നിങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ അയക്കാം, വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തു. പോയി ടെസ്റ്റ് ചെയ്തപ്പം ആമിക്കുട്ടിക്ക് പോസിറ്റീവ്, അതായത് കോവിഡ് പോസിറ്റീവാണ്. അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോന്നു. നമ്മുടെ ഗവൺമെന്റ് പറയുന്ന പോലെ നമ്മൾ ക്വാറന്റൈനിലിരുന്നു. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിക്ക് ഒരു 2 ദിവസം ടെമ്പറേച്ചർ നിന്നു. അതിനുശേഷം അവൾ റിക്കവർ ചെയ്തു കേട്ടോ. അവൾക്ക് നല്ല രീതിയിൽ കുറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പം എനിക്കും ടെമ്പറേച്ചർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഒരു ദിവസം നല്ല രീതിയിൽ പനിച്ചുള്ളൂ കേട്ടോ. അതിനുശേഷം പനി അങ്ങ് കുറഞ്ഞു. പിന്നീട് ചെറിയ ജലദോഷവും ചുമയൊക്കെ ആയിട്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറേ ദിവസം ആ ഒരു ക്ഷീണം നിന്നു. ഇപ്പം ഒമിക്രോണൊക്കെ ബാധിച്ചിട്ടുള്ളവർക്കറിയാം ആ ഒരു ക്ഷീണം കുറേ നാളെടുക്കും നമുക്കൊന്ന് മാറിക്കിട്ടാൻ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, എനിക്ക് പനി വന്നതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ അമ്മുക്കുട്ടിക്കും അന്നക്കുട്ടിക്കും ഒരുപോലെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 ദിവസം നന്നായിട്ട് പനിച്ചു കേട്ടോ. നല്ല പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നില്ല, ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല, മുഖമൊക്കെ ചുമന്ന് ചുണ്ടൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു പേടി തോന്നുന്ന ഒരു ഭീകരാവസ്ഥയായിരുന്നു. അതുപോലെ നല്ല രീതിയിൽ പനിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മുക്കുട്ടിക്ക് ചിക്കൻ പോക്സ് കൂടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വല്ലാണ്ട് വിഷമിച്ച ഒരു സാഹചര്യമായിരുന്നത്. നമ്മൾ ഒമിക്രോണിൻ്റെ കൂടെ അല്ലെങ്കിൽ കോവിഡിൻ്റെ കൂടെ ചിക്കൻ പോക്സ് കൂടി വന്നപ്പം എനിക്ക് വല്ലാണ്ട് ടെൻഷനായിപ്പോയി. എന്താ ചെയ്യുക? അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ, അതായത് ഒമിക്രോൺ അല്ലെങ്കിൽ കോവിഡും ചിക്കൻ ബോക്സും കൂടെ ഒക്കെ ഒരുമിച്ച് വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അലോപ്പതിയിൽ ഇപ്പം മെഡിസിൻസ് ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിപ്പോൾ ഈ ചിക്കൻ ബോക്സിനൊക്കെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കാണേലും അത് കൊടുക്കുക കേട്ടോ. കാരണം മെഡിസിൻസ് കൊടുക്കാതിരിക്കരുത്. ഇപ്പം പണ്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു, ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ കോവിഡ് വന്ന് ക്വാറന്റൈനിൽ ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ചിക്കൻ ബോക്സ് വന്നയാളെ കുറേ ദിവസം ക്വാറന്റൈനിൽ ഇരുത്തി നമ്മൾ ഈ ആര്യവേപ്പില അല്ലെങ്കിൽ അങ്ങനെ നാടൻ ചികിത്സാ രീതികളൊക്കെ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്, തെറ്റാണ്. കാരണം ഇത് നമ്മൾ ചിക്കൻ ബോക്സ് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല, അതിനുള്ള ആൻറ്റിബയോട്ടിക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ, അതായത് മുതിർന്നു കഴിയുമ്പം ഈ ഒരു ചിക്കൻ ബോക്സിൻ്റെ അണുക്കൾ ശരീരത്തിൽ ഇങ്ങനെ കിടന്നിട്ട് മറ്റ് അസുഖങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യുക. അതിന് വേണ്ട ആൻറ്റിബയോട്ടിക് തീർച്ചയായിട്ടും എടുക്കുക.
അങ്ങനെ നമ്മൾ ചിക്കൻ പോക്സും അതുപോലെ തന്നെ ഒമിക്രോണൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി, അതായത് ഹസ്ബൻഡിന്റെ ചേട്ടനും ഫാമിലി, ചേട്ടനും വൈഫും, അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാനും നമുക്ക് വേണ്ട മെഡിസിൻസ് കളക്ട് ചെയ്ത് തരാനൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത് നമ്മുടെ കുമളിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രീത സിസ്റ്ററും അതുപോലെ തന്നെ ഞങ്ങളുടെ ആശാ വർക്കർ ഷീജ, ഇവരൊക്കെ ഞങ്ങൾക്ക് തന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ, ഞാനിത് പലരോടും പറഞ്ഞപ്പം പലരും എന്നോട് പറഞ്ഞു അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഒക്കെ ശരിയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, കാരണം നമ്മൾ ഈ ടെമ്പറേച്ചറൊക്കെ കൂടുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ടെമ്പറേച്ചറൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കാരണം നമുക്കൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം കോവിഡാണ്. നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞാൻ അന്നേരം അവരെ ഫോൺ ചെയ്യും. ഒന്നുകിൽ നമ്മുടെ ആശാവർക്ക് ഷീജ ഉണ്ണി ആളെ ഞാൻ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രീത സിസ്റ്ററെ കോൺടാക്ട് ചെയ്യും. സിസ്റ്ററെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കുഞ്ഞിന് ടെമ്പറേച്ചർ കൂടി, ഞാൻ പാരസെറ്റമോൾ കൊടുത്തിട്ട് കുറയുന്നില്ല, ടെമ്പറേച്ചർ കുറയുന്നില്ല. അതായത് ഇപ്പം നമ്മൾ സാധാരണ പാരസെറ്റമോൾ സിറപ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു 6 മണിക്കൂർ ഇടവേളയിലാണ് കൊടുക്കുന്നത്. അപ്പം പാരസെറ്റമോൾ കൊടുത്തൊരു 3-4 മണിക്കൂറായിട്ടും കുഞ്ഞിന് പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ നിൽക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ സിസ്റ്ററെ കോൺടാക്ട് ചെയ്യും, സിസ്റ്ററെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അപ്പം സിസ്റ്റർ പറയും പേടിക്കണ്ടല്ലോ, പേടിക്കണ്ട, കുഞ്ഞിന്റെ ശരീരത്ത് ഇച്ചിരി ചെറു ചൂടുവെള്ളത്തിലൊന്ന് തുണി നനച്ചിട്ട് നോക്ക്, കുറയും. ഇല്ല എങ്കിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒരു ഡോസ് കൂടെ കൊടുത്തോ, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ കൊടുത്ത് ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അമ്മൂന് നമുക്ക് ചിക്കൻ പോക്സും കോവിഡും കൂടെ ഒരുമിച്ച് വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് അമ്മമാര് വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യമാണിത്. അപ്പൊ അങ്ങനെ വന്നപ്പം ഞാൻ അന്നേരം ആശാവർക്കറെ വിളിച്ചു. അവരന്നേരം എനിക്ക് ഡോക്ടറുടെ നമ്പർ തന്നു, നമ്മുടെ കുമളിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ നമ്പർ തന്നു. നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഡോക്ടറോട് സംസാരിക്കൂ. അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട, ഇന്ന മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ഇന്ന പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറയണം. നമ്മുടെ ടെൻഷൻ കുറയുമ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖവും മാറും. പകുതി ഒരു 75% നമ്മുടെ അസുഖം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെയാണ്. നമ്മൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കുകയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ മെഡിസിൻസ് വീട്ടിലെത്തിക്കുന്നു, ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു വിട്ട് നമുക്ക് വീട്ടിലെത്തിക്കുന്നു. എനിക്കറിയില്ല, അതുപോലെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മളെ വിളിക്കുകയാണ് സിസ്റ്റർ അതുപോലെ ആശാ വർക്കർ മാറി നമ്മളെ വിളിക്കുകയാണ്, കുറഞ്ഞോ, കുറവുണ്ടോ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ, പ്രത്യേകിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ നമ്മളോട് സ്നേഹം കാണിക്കുമ്പം നമ്മുടെ പകുതി അസുഖം കുറയുകയാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ഹെൽപ്ഫുൾ ആണ്. അപ്പം നമ്മുടെ കേരളത്തില് എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ആൾക്കാരോട് ഇത്രയും അടുത്ത് ഇടപഴകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലാണ്, നിങ്ങളുടെ ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രദേശത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലാണ് നിങ്ങളോടെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യട്ടെ. ഇനി അങ്ങനെ അല്ല എങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം, നമുക്കൊന്ന് അറിയാലോ. അതുപോലെ തന്നെ നിങ്ങൾ കോവിഡ് ബാധിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഒന്ന് തരണം ചെയ്തത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സ്ട്രഗിൾ ചെയ്തു. അതുപോലെ തന്നെ ഇതുപോലെ ആർക്കെങ്കിലും ഒമിക്രോണും നമ്മുടെ ഈ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ടോ, ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, നമുക്ക് പ്രേക്ഷകർക്കും അറിയാം. പിന്നെ നിങ്ങൾ എന്തൊക്കെ മെഡിസിൻസ് എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾ ആ സമയത്ത് എന്താ ചെയ്തതെന്നൊക്കെ അറിയണമെങ്കിൽ ചിലപ്പം ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് കൂടി അതൊരു ഉപകാരമായേക്കാം. ഓക്കെ, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള വിശേഷങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ കുമരകത്താണുള്ളത്. അപ്പം ഞങ്ങളുടെ ഈ കുമരകത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, വരുന്നതും ഒന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം ഞങ്ങൾ ശരിക്കും ഈ ഒരു വിഷമങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ആണ് ഒരു യാത്ര ചെയ്തത്. അപ്പം വീഡിയോ എടുക്കുന്നതിനേക്കാളുപരി ഞാനത് ആസ്വദിക്കാനാണ് കൂടുതൽ ശ്രമിച്ചത്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇപ്പൊ ഞങ്ങളിവിടെ വന്നിട്ട് 2 days ആയി. അപ്പൊ 2 days കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം തന്നെ എനിക്കൊന്ന് തോന്നിയത്. അപ്പം ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞങ്ങൾ താമസിച്ച ഈ ഒരു സ്ഥലം, മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ പരിചയപ്പെടുത്താം. അപ്പം ഈ വീഡിയോ എൻഡ് ചെയ്യണം. നമ്മുടെ ആമിക്കുട്ടി വഴക്കുണ്ടാക്കാൻ തുടങ്ങി, അതുകൊണ്ട് തന്നെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.